അപ്പൊ നമ്മുടെ ക്രിസ്മസ് ഒരുക്കങ്ങൾ ഇന്ന് തുടങ്ങുകയായി. തേർഡ് ട്രിപ്പിൽ പക്ഷേ പ്രത്യേകത ഉണ്ട്, ഒറ്റയ്ക്കല്ല പോകുന്നത്, ഞാനും ഉണ്ടാവും. ക്രിസ്മസ് മെനുവിലെ ഫസ്റ്റ് ഐറ്റം റെഡിയായി. ഇത്തവണത്തെ നമ്മുടെ ക്രിസ്മസ് വ്ലോഗിലെ വ്യത്യസ്തതകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുവാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് കരോള് കലാശക്കൊട്ടിന് പോവാണ് കേട്ടോ. ഞാൻ ദേ റെഡൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അമ്മ റെഡൊന്നും അല്ല കേട്ടോ, അമ്മേനെ കാണാൻ പോലും ഇല്ല. ഞാൻ ഫുൾ റെഡാണ്. രണ്ട് പിള്ളേർ ഇവിടെ പഞ്ഞാവാൻ വന്ന് അപ്പൂപ്പന്മാര് കെട്ടാൻ വന്ന രണ്ട് പിള്ളേരുടെ സൈക്കിളാണ് ഇവിടെ ഇരിക്കുന്നത്. തിരിച്ചു പോകുമ്പോ ഇവിടെ വന്ന് സൈക്കിളും കൊണ്ട് അവര് പോകും. അപ്പൊ ഞങ്ങള് വേഷമൊക്കെ കെട്ടിയതവരാ. അപ്പൊ ഞങ്ങള് കരോളിന് പോവാട്ടോ. അവിടെ നമുക്ക് എടുക്കാവുന്ന പടം ഒന്ന് എടുത്ത് കാണിക്കാം. അതെ, അപ്പൊ ഇന്നലെ നിങ്ങള് ഞങ്ങളുടെ കരോൾ നൈറ്റ് കണ്ടു കാണും. അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അപ്പൊ അത്രയൊക്കെയുള്ളൂ വിശേഷങ്ങൾ. ഇനി അവിടെ ചെന്നിട്ട് കാണാം. റെസിഡൻസിന്റെ കരോളാണ്. പള്ളിയിലെ കരോൾ വന്നത് പിടിക്കാൻ പറ്റിയ റെസിഡൻസിന്റെ ഇവള് ഓഫീസ് കഴിഞ്ഞ് വന്നതിന് മുമ്പ് സ്റ്റാർട്ടിങ് ഇവിടെയായിരുന്നു. 7 മണിക്ക് വന്നതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അവിടെ ഏതെങ്കിലും വീടുകളിൽ പാർലമെന്റ് എടുക്കാം. ഇവിടെ വേറെ പിള്ളേരെ എടുത്തത് നമ്മുടെ റെസിഡൻസിന്റെ അതിലിപ്പോ തന്നെ കൊടുത്തിട്ടുണ്ട്. അതെ 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 അതെ. അപ്പൊ നമുക്ക് ചെന്നിട്ട് കാണാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. കരോൾ നൈറ്റ് എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജി ആവട്ടെ. ബൈ. അമ്മേനെ റെഡ് ഇടാഞ്ഞേ? അമ്മക്ക് റെഡ് ഇഷ്ടമല്ല. എനിക്ക് വൈറ്റ് സാരി 3 എണ്ണം ഉണ്ട്. റെഡില് മയില് പോലെയുള്ള കയ്യിൽ പിടിപ്പിച്ചേക്കണ ബ്ലൗസും ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടല്ല. എന്ത് ചെയ്യാനാ. പോട്ടെ കേട്ടോ. ഓക്കെ. ഞങ്ങളങ്ങനെ കരോൾ ടീമിനെ കാത്തു നിൽക്കുക കേട്ടോ. അവർ ഒരു വീട്ടിൽ പാടാനായിട്ട് പോയേക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന വഴിയാണിത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അവരെ ജോയിൻ ചെയ്യാമെന്ന് കരുതി. ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ തരും കേട്ടോ. ബിസ്ക്കറ്റ്, കേക്ക്, അങ്ങനെ പലവിധ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീടുകൾ തോറും പാടി നടക്കുകയാണ്. നല്ല രസമായിരുന്നേ. ഇതിപ്പോ കണ്ട ആന്റിയില്ലേ, ഈ ആന്റിയുടെ വീട്ടിൽ നിന്ന് തന്ന നമുക്ക് റിഫ്രഷ്മെന്റ് ആണ് കേട്ടോ. കരോള് പാടാൻ പോകുമ്പോഴേ ഓരോ വീടുകളിലുള്ള വർണ്ണ നിറങ്ങളിലുള്ള ലൈറ്റ്, പല നിറത്തിലുള്ള സ്റ്റാർ, പിന്നെ കൂട്ടിന് നല്ല തണുപ്പും വേണം കേട്ടോ. എങ്കിലും ആ വൈബ് കറക്റ്റ് ആവുള്ളൂ അല്ലേ. എന്റെ വയറ് നിറഞ്ഞിരിക്കണോണ്ടാ കേട്ടോ ആന്റി ഞാൻ എടുക്കാതെ. കുഞ്ഞ കരോളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പോവാണ്. ഫോട്ടോയൊക്കെ എടുത്താൽ അതൊക്കെ കഴിഞ്ഞ ഞങ്ങൾ അതെ അപ്പറേ പുറകെ വന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത കാഴ്ചകളിലേക്ക് കിടക്കാം കേട്ടോ. മണിയാ 9:45 വീട്ടിലെത്തി. അങ്ങനെ സമയം കണ്ടോ കാണിച്ചരാ. 9:45 റെസിഡൻസിൽ വെച്ച് കരോൾ പരിപാടി എല്ലാം അതെ ഇത് ചെയ്തു. എല്ലാരും പിരിഞ്ഞു. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി അകത്ത് കയറി ഡ്രസ്സ് മാറുക. അതെ, കുളിക്കുക. എനിക്ക് ഒരുപാട് എഡിറ്റിംഗ് വർക്കുകൾ ചെയ്യാൻ. ജോലി കഴിഞ്ഞ് വന്ന് ചായ കഴിച്ച് ചപ്പ പോയതാ. അതെ, ഓക്കെ. നാളത്തെ വീഡിയോ ഒത്തിരി വർക്ക് തീർക്കാനുണ്ട്. നാളെ രാവിലെ നമുക്ക് ഔട്ട്ഡോർ ഷൂട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഈ വീഡിയോ വരുമ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അതാണ് കാര്യം. അപ്പൊ എല്ലാം ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണാം. സസ്പെൻസ് ഒന്നും ഞാൻ കളയുന്നില്ല. ബൈ ബൈ.
എന്നാ അപ്പൊ ഇതൊക്കെ കഴുകാന്ന് വെച്ചു. എഴുത്തിന്റെ ഇത് കരിമ്പനടിച്ചു കഴുകാം. ഞാൻ ഇട്ട ചെരുപ്പ് പുതിയതായത് കണ്ടോ? ഏതാ? ആ അത് കഴുകിയതാണോ? അതെ. ആഹാ, പുതിയതുപോലെ ഉണ്ടല്ലോ വാറൊക്കെ. വാറിന്റെ ഓരോ അരികും കൃത്യമായിട്ട് അപ്പ തേക്കാൻ ശ്രമിക്കുന്നുണ്ട്. വാറിന്റെ ഓരോ അരികും രണ്ടുപേരും പെർഫെക്ഷനിസ്റ്റ് ഇരുന്ന് നോക്കി കഴിഞ്ഞിട്ട് തന്നെ എഴുന്നേക്കോളും. അല്ലാതെ എനിക്ക് പറ്റില്ല. അപ്പയില്ലേ പള്ളിയിൽ വല്യപ്പ അപ്പയുടെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ശനിയാഴ്ച കേട്ടോ. പക്ഷെ പള്ളി കഴിഞ്ഞ് വന്നപ്പോ നമ്മുടെ പതിവ് സ്ഥലത്ത് ബീഫ് വെട്ടി നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ അപ്പോഴും പറഞ്ഞായിരുന്നു 1 kg മേടിക്കാവോള്, മേടിക്കുമ്പോ അധികം വേണ്ടാന്ന്. വല്യപ്പ 2 kg, അപ്പ 1 kg മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ശനി ആയിട്ടുള്ളൂ. പക്ഷെ അത് വേവിച്ച് ഉലർത്തി ഇന്ന് വെക്കണം. അതെ, ഉപ്പും എരിവും പുളിയും ഒന്നും നോക്കണില്ല. ഒരു കമ്മിയിലിട്ടങ്ങ് റെഡിയാക്കി വെക്കും. പിന്നെ തിങ്കളാഴ്ച രാവിലെ എടുത്ത് അതിന്റെ പോരായികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കാം. പോരായികൾ ഒരു സ്മെല്ലൊക്കെ അടിക്കുമ്പോ അറിയാൻ പറ്റൂല. അപ്പൊ നാളെ അതെന്താ ഇന്ന് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാ, ഇന്ന് മീനും മേടിക്കാൻ പോകുമ്പോ വേണമെങ്കിൽ കൂടെ പൊക്കോ, മീൻ പറ്റിച്ചും വെക്കണം. ഉച്ചക്ക് മീൽസാണ് നമ്മൾ ഉദ്ദേശിക്കണത്. അപ്പൊ നാളെ അല്ലെങ്കിൽ എല്ലാം കൂടെ ചെയ്യുമ്പോ ബുദ്ധിമുട്ടാവും നമുക്ക്. വീഡിയോ പരിപാടികളും ഉണ്ടല്ലോ. നാളെ പിന്നെ മട്ടൺ കൊണ്ടുവന്നേക്കണത് സ്റ്റൂവോ റോസ്റ്റോ ഏതെങ്കിലും ചെയ്ത് വെക്കണം. കുറുമയോ ഏതെങ്കിലും മറ്റേ അപ്പത്തിന് വേണ്ടി. അപ്പൊ അങ്ങനെയൊക്കെ പതുക്കെ പതുക്കെ ഓരോന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സൗകര്യമായിരിക്കും നമുക്ക് ഹെൽത്ത് വെച്ച്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ഒരുക്കങ്ങൾ ഇന്ന് തുടങ്ങുകയായി. പിന്നെ 2 ദിവസം കരോള്, പള്ളിയിലെ കരോള്, റെസിഡൻസ് കരോൾ, ഇങ്ങനെയൊക്കെ പരിപാടികളായിരുന്നു. അപ്പൊ പള്ളിയിലെ കരോളിന് പാടാൻ പോയില്ല. റെസിഡൻസിന്റെ രണ്ടും ഒരേ ഡേറ്റിലായി. അപ്പൊ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ട്രിപ്പിൽ ഞാൻ കൂടെ പോകുന്നില്ല കേട്ടോ. പക്ഷെ അടുത്ത ട്രിപ്പിൽ ഞാൻ പോകുന്നുണ്ട്, നിങ്ങളെയും കൊണ്ടുപോകാട്ടോ. മീൻ മേടിക്കാൻ പോകുമ്പോ ഞാനും കൂടെ വരാട്ടോ. നമ്മുടെ ബീഫ് അങ്ങനെ കുക്കറിലിരുന്ന് വിസിലടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദേ കണ്ടോ, ഇത് അടുപ്പിച്ചല്ല കേട്ടോ, ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടിക്കണത്. ഫസ്റ്റ് ട്രിപ്പ് വന്നു. അല്ല, ഫസ്റ്റ് ട്രിപ്പ് രാവിലെ ഇറച്ചി വന്നു ബീഫ്. ഇതപ്പോ സെക്കൻഡ് ട്രിപ്പാ. കൊറേ ഉണ്ടല്ലോ സാധനങ്ങൾ. കംപ്ലീറ്റ് പപ്പായാന്ന് തോന്നുന്നു. ഞാൻ പിടിക്കണോ? 2 പേർക്ക് പുഴ പിടിക്കാൻ പറ്റില്ല. അടുത്ത ട്രിപ്പിന് മുമ്പേ അപ്പ ഗ്രീൻ ടീ കുടിക്കുകയാണ്. തേർഡ് ട്രിപ്പ്, ഗോയിങ് ഫോർ തേർഡ് ട്രിപ്പ്. തേർഡ് ട്രിപ്പിൽ പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട്, ഒറ്റയ്ക്കല്ല പോകുന്നത്, ഞാനും ഉണ്ടാവും. അമ്മയുണ്ടോ? അമ്മ ഉണ്ടായി കഴിഞ്ഞ ഇവിടെ കാര്യം നടക്കില്ല. ഇവിടെ ബീഫ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് കാരണം റെഡിയാക്കി വെക്കുമോ, നമ്മൾ പറഞ്ഞല്ലോ കാരണങ്ങൾ. കാരണം ഫുൾ ബിസിയസ്റ്റ് ഡേയ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക്. അതെ 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 അതെ. ബീഫൊന്ന് നമുക്ക് തുറന്ന് കാണാറായോ? അപ്പൊ കൊണ്ടുവന്ന സാധനങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുണ്ടോ? ക്രിസ്മസ് ഷോപ്പിംഗ് ആണ് പ്രധാനമായിട്ടും. പച്ചക്കറികള്, ഫ്രൂട്ട്സ്. ഇനിയും ശരിയാക്കാനുണ്ട്, ഇളക്കി വിടാൻ വേണമെങ്കിൽ. ഓക്കെ, ഞാൻ അപ്പയുടെ പുറകിൽ കയറാം. ഓ, വെയിലുണ്ടല്ലോ. ഞാൻ അപ്പയുടെ പിന്നിൽ കയറി പോവാട്ടോ. നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നത്, അവിടെ ചെന്നിട്ട് കാണാം. അപ്പം മേടിക്കണ്ടോ? ഞങ്ങളൊന്ന് വീഡിയോയിൽ എടുത്തോട്ടെ കപ്പ വാങ്ങണേ.
നല്ല വെയിലാ. തളച്ചാപ്പതി ചേട്ടാ നല്ല മാത സുഖന്തപ്പ 1.5 600 പോയിട്ടുണ്ട്. എന്തോ മറ്റന്നാളല്ലേ? അജി ഞങ്ങളൊന്ന് വീഡിയോ എടുത്തോട്ടെ. കണ്ടില്ല ഒന്നും കാണുമില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല. ഇതെന്ത് മീനാ? ഇത് കാളാഞ്ചിയാണോ? ഇത് പറ്റല്ലേ? ഇവിടെ ഇതല്ലേ പിന്നാര? ഇത് വറ്റയല്ലേ? ഇതോ തെരണ്ടിയാണോ? ഇത് കിളിമീൻ. ഇതാണ് പ്രാഞ്ചില്. ഏതാ? അതാ പ്രാഞ്ചിലല്ലേ? ഇത് കിളിമീന്റെ ചെറുതല്ലേ? കിളിമീന്റെ ചെറുത്. മണങ്ങോ? നല്ല മീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല രുചിയുള്ള മുള്ള കോല. ഇത് കോലാമീൻ. ചേട്ടൻ അയ്യോ ഇതെന്തോ ഇല്ല മീനാ? ഇത് ആ മീൻ എന്തോ ഇല്ല മീനാ നോക്കിയേ. ഇതൊന്ന് പൊക്കി കാണിക്കോ? ഒന്ന് പൊക്കി കാണിക്കോ. ആ അടിപൊളി. ആ അങ്ങനെ സൈഡ്. ആ അടിപൊളി. നമ്മളതല്ല കേട്ടോ വാങ്ങിയേ. വെള്ളാമീന. ഓ അത് കട്ടിയിൽ എന്തൊരു പാടാല്ലേ. തൊലി ചെത്തുന്നുണ്ടോ?
ഇത് ഓലക്കുടീനായിരിക്കും അല്ലേ? കേരയ അല്ലേ? ഇവിടെ നടന്നു നമ്മൾ ഞങ്ങള് വീഡിയോ ഒന്ന് എടുത്തു കേട്ടോ. കൊറേ നാളായി വരണമെന്ന് വിചാരിക്കണു. തിരക്കുള്ള ദിവസമാണ് വന്നത്. പക്ഷെ അജിയെ കാണണമെങ്കിൽ ഇങ്ങനെയുള്ള ദിവസം വന്നാലേ പറ്റുള്ളൂ. ഓലക്കുടീന് ഇവിടെ ഇരിപ്പുണ്ടോ? ഓലക്കുടീന് ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ലേ? അത് ഞാൻ വൈകുന്നേരം തരാൻ പറയാം. വരില്ലല്ലോ, വേറെ ഒരു കൊച്ചിനെ എടുത്തിട്ടുണ്ട്. പറഞ്ഞു കണ്ടാ നിന്നെ? പോവാന്ന് പറഞ്ഞു. അല്ല പുള്ളി നിന്നെ കണ്ടായിരുന്നു. പോവന്നേ, ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങിയിട്ട് പോവുകയാണ്. നിർഭാഗ്യവശാൽ അന്ന് അവിടെ മോതമീൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഒരിക്കൽ വരുമ്പോൾ ഉണ്ടാവുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ ഷോപ്പും കണ്ടോ? അതെ, ഈ ഷോപ്പും നമ്മൾ നേരത്തെ കണ്ട ചേട്ടൻ്റെ ഷോപ്പ് തന്നെയാണ്, അജി ചേട്ടൻ്റെ ഷോപ്പ് തന്നെയാണ് കേട്ടോ. അത് അപ്പം എന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഇത് കരട്ടക്കുരിശിങ്ങയാണ്. അപ്പോൾ കരവട്ടക്കുരിശിങ്ങയിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഇനി വേറെ 1-2 ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയോ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്ക് മേടിക്കാനുണ്ടാവും. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ല. എന്തായാലും നമുക്ക് പോവാം അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നേരെ മോർ സൂപ്പർ മാർക്കറ്റിട്ട് വിടുകയാണ്. അപ്പോൾ അവിടെ അപ്പയ്ക്ക് എന്തോ ബ്രെഡ് വാങ്ങണം എന്ന് പറഞ്ഞു കേട്ടോ. ബ്രെഡ് വാങ്ങുമ്പോൾ അപ്പ എപ്പോഴും ലേറ്റസ്റ്റ് തന്നെ വേണമെന്ന് അപ്പയ്ക്ക് ഭയങ്കര നിർബന്ധമാണ്. കാരണം അതിന് കുറച്ച് ദിവസമല്ലേ എക്സ്പയറി ഡേറ്റ് ഉള്ളൂ. അപ്പോൾ വേഗം തീർന്നു പോകില്ല. നമ്മൾ 2-3 ദിവസമൊക്കെ മുന്നേ പഴയത് മേടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോയില്ലേ, അതിൻ്റെ ഡേറ്റ് തീർന്നു പോയില്ലേ. ലേറ്റസ്റ്റ് ആകുമ്പോൾ ആ ഒരു ഡേറ്റ് അത്രയും ദിവസം നമുക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഞാനും എന്ത് സാധനം മേടിക്കുമ്പോഴും എപ്പോഴും അങ്ങനെ കേട്ടോ, മാനുഫാക്ചറിങ്ങും ഡേറ്റും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് തന്നെ കിട്ടി കേട്ടോ. അമ്മ മുറ്റത്തൂടി നടപ്പുണ്ട്. അമ്മ ഒന്ന് ഫുൾ മുറ്റത്താണല്ലോ. ഫോണിൽ അപ്ലോഡ് ഇപ്പൊ കഴിഞ്ഞു കാണും. മീൻ കിട്ടിയപ്പോ അമ്മയുടെ സന്തോഷം കണ്ടോ. മീനൊക്കെ വീഡിയോ എടുത്തു കേട്ടോ. അമ്മയെല്ലാം അറിഞ്ഞോ? നമ്മുടെ അജിച്ചേട്ടൻ അജിച്ചേട്ടൻ വലിയ സന്തോഷായി. ഭയങ്കര ഹാപ്പി. തിരക്കായിരുന്നു അവിടെ. ഇന്ന് ഫുൾ തിരക്കല്ലേ, ഇന്ന് നാളെയൊക്കെ ഫുൾ തിരക്കായിരുന്നു. വെളാമീനാ കിട്ടിയ ഉപകാരം. മോത അവിടെ ഇല്ലായിരുന്നു ഒരു പടം എടുക്കാനായിട്ട്, അതുകൊണ്ട് കിട്ടിയില്ല. ഇല്ല. പിന്നെ വേറെ ഏതെങ്കിലും മീൻ ഉണ്ടായിരുന്നു? ഒത്തിരി മീനുകളുണ്ടായിരുന്നു, ഇഷ്ടം പോലെ മീനുകൾ. അവിടെ തുറന്നിട്ടുണ്ട്. ഞാൻ അവിടെ ചാരി വെച്ചോക്കണം, ഇവിടെ തുറന്ന് മലക്കി ഇട്ടേക്കണം. ഇതിവിടെ ഇരിക്കണത് കൊണ്ട് ഞാൻ കയറിപ്പോക്കോ. വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ, ചിലപ്പോ നോക്കട്ടെ.
വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞ് പബ്ലിഷ് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ ഫസ്റ്റ് കറി എന്ന് പറയാൻ പറ്റില്ല അല്ലേ, എന്നാ പറയണ ഫ്രൈ റെഡിയായി. ഫ്രൈ എന്നും പറയാൻ പറ്റില്ല, ഉലർത്ത അത് തന്നെ. ക്രിസ്മസ് മെനുവിലെ ഫസ്റ്റ് ഐറ്റം റെഡിയായി. ക്രിസ്മസിന്റെ തലേന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ബീഫ് റോസ്റ്റ്, നാടൻ ബീഫ് റോസ്റ്റ്. ഇനി ഫിഷ് കറി ഉണ്ടാക്കണം. ഫിഷ് ഫ്രൈ നാളെ ചെയ്യുള്ളൂ. ക്രിസ്മസിന്റെ അന്ന് ഒരു 11 മണിക്ക് ശേഷം അത് ചെയ്യുള്ളൂ. പിന്നെ കിട്ടുവാണെങ്കിൽ ഇത്തിരി ചെമ്മീനും മാങ്ങ വെക്കണമെന്നുണ്ട്, പക്ഷെ അത് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ മക്കൾ പരിപാടി. അപ്പൊ അങ്ങനെ നാടൻ ഊണാണ് ഇത്തവണ ക്രിസ്മസിന് ഞങ്ങള് ഉദ്ദേശിക്കുന്നത്. അതെ, നിങ്ങളുടെയൊക്കെ വീടുകളിൽ എന്തൊക്കെയാണ് എന്നുള്ളത് പറയാട്ടോ, അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. അതെ അതെ അതെ. ഓ, പുതിയ ചെരുപ്പ് പോലെ ആയല്ലോ. വാറൊക്കെ നല്ല കളർ വന്നു. സോപ്പ് വാട്ടർ ഇട്ടാണോ കഴുകിയേ? അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ക്രിസ്മസ് സ്പെഷ്യൽ ലഞ്ചിനുള്ള അടുത്ത റെസിപ്പി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെളാമീൻ മുളക് ചാറ്. വെളാമീൻ പറ്റിച്ചത് അല്ലെങ്കിൽ മുളക് ചാറ് പറയാൻ പറ്റില്ല, ഞങ്ങൾ ചാറായിട്ട് എടുക്കണം. അതെ അതെ അതെ. ഓക്കെ, ബീഫിന്റെ റെസിപ്പി കഴിഞ്ഞു. ഇനി അടുത്തത് വെളാമീൻ മുളക് ചാറ്. മീൻ മേടിക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും ഇതിനോടകം. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്തവണത്തെ നമ്മുടെ ക്രിസ്മസ് വ്ലോഗിലെ വ്യത്യസ്തതകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുവാണ് കേട്ടോ. ലഞ്ചിന് മീൽസ് ആണ്, അതുകൊണ്ടാണ് പല കറികളുണ്ടാകും. അതെ, ആഹാ, നല്ല കളർ കേട്ടോ. പണ്ട് മീൻ വെച്ചിരുന്നതിൽ നിന്നും നല്ല കളറുണ്ട്. ഇപ്പൊ മനസ്സിലായി അത് മുളക് പൊടിയുടെ പ്രത്യേകതയാണെന്ന്. പണ്ട് നമ്മൾ വാങ്ങിക്കണ മുളക് പൊടിയായിരുന്നു, ഇപ്പൊ നമ്മള് പൊടിപ്പിക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ മേടിക്കുകയാണ്. നമ്മുടെ ക്ലോസ് ഫ്രണ്ടാ. പിന്നെ എരിവ് മുളക് പൊടി, പിരിയം മുളക് പൊടി ഞങ്ങളിപ്പോ അവിടെ നിന്നാണ് മേടിക്കണം. അപ്പൊ അതിന്റെ രണ്ടിന്റെയും കൂടെ മിക്സ് വന്നപ്പോ നല്ല കോമ്പിനേഷൻ. പിന്നെ ഓരോരുത്തർക്ക് ആവശ്യമുള്ള രീതിയിൽ കൊഴുപ്പിനും കളറിനും വേണ്ടി 2 മുളക് പൊടിയും അതിനനുസരിച്ച് ചേർക്കാം. ഞാനതാ പറഞ്ഞു, കൃത്യ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എപ്പോഴും എടുക്കണ 1/4 ഭാഗം പിരിയൻ മുളക് പൊടിയും 1/4 ഭാഗം എരിവ് മുളക് പൊടിയും എൻ്റെ പരിപാടി. തേങ്ങയരിപ്പേർക്ക് അങ്ങനെയല്ല കേട്ടോ, അതിന് വ്യത്യാസമുണ്ട്. തേങ്ങയരിപ്പേർക്ക് എടുത്ത് നോക്കിയാൽ അറിയാം. ഇനിയിപ്പോൾ ഇല്ലാക്കാം. അങ്ങനെ അതെ, ചോറ്റുപാത്രം മാറ്റി അടപ്പ് പാത്രത്തിലേക്ക് ആക്കി. ഇത് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഊണ് കഴിക്കുമ്പോൾ കാണാം. ഇത് തിളച്ച് ഓഫ് ചെയ്തു. ഇനി നാളെ വറ്റിച്ചെടുക്കാം. അതെ, അപ്പൊ വൈകിട്ടത്തേക്ക് ഇനിയിപ്പോ ഇതൊന്നും ഉണ്ടാക്കണം. ഇതൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞാൽ കഴിച്ചേച്ച് വേണം പോവാൻ. അവിടെ ചെല്ലൂന്ന് പറഞ്ഞിട്ടില്ല. ചെല്ലൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പാടില്ലാതെ വല്ലതൊക്കെ ഒരുക്കി വെക്കും. അതിന്റെ ആവശ്യമില്ല നോയമ്പ് കാലത്ത്. എവിടെയാന്ന് പറഞ്ഞില്ല. ക്രിസ്മസിനാ മുമ്പ് എൻ്റെ വീട്ടിലെ കൊച്ചപ്പൻ്റെ അടുത്തും ഒരു സന്ദർശനം നമുക്കുള്ളതാണ്. അതിന് പോവാണ് ഞങ്ങൾ. വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമേ പോവുള്ളൂ. പിന്നെ രാത്രി ഒരുപാട് വൈകും വരുമ്പോൾ. അപ്പം അവിടെ ചെല്ലൂന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് പ്രതീക്ഷയുണ്ട് ഏത് സമയവും ചെല്ലാമെന്ന്. പക്ഷെ ചെല്ലൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ടമാനമൊക്കെ ഒരുക്കി വെക്കും. അതിൻ്റെ ആവശ്യമില്ല. എന്നാലും എന്തെങ്കിലും അവിടെ കാണും. പക്ഷേ ഇച്ചിരി കപ്പ തിന്നേച്ച് വേണം പോകാൻ. ഇന്ന് 1-2 കൂട്ടം ചെയ്തു. പല പരിപാടികളുണ്ടായിരുന്നു. ഇനിയിപ്പം നാളെ അധികം ബുദ്ധിമുട്ടില്ല, റിലാക്സേഷനാണ്. നാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്നാലും അധികം അധ്വാനമില്ല. ഓക്കെ, അമ്മ കപ്പയുടെ കൂടെ എന്നാ കഴിക്കണേ? മോരുകറി. അപ്പം കാന്താരിമുളക് പിക്കിളിട്ടോ. ഭയങ്കര എരിവാകുന്നതാണ് തന്നെ, പഴുത്ത കാന്താരിമുളക് ആയതുകൊണ്ട്. ഇനി ഒരു യാത്ര പോവുക.